സംസ്ഥാനത്തെ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് കുറക്കുന്നു. 50% മുതൽ 60% വരെയാണ് കുറക്കുന്നത്. ഇന്ന് വാർത്താ സമ്മേളനത്തിലൂടെയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് ഈ വിവരം വ്യക്തമാക്കിയത്. ഇങ്ങനെ ഒരു വലിയ നികുതി ഭാരമാണ് ഒറ്റയടിക്ക് ഇത്രയും വർദ്ധിപ്പിക്കേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു പൊതു അഭിപ്രായവും വന്നത് സർക്കാർ ഗൗരവത്തോടു കൂടി തന്നെ കണക്കിലെടുക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യത്തിൽ ഇളവുകൾ വരുത്താൻ തീരുമാനിക്കുകയാണ്. 50%-ലധികം, ഏതാണ്ട് 60%-ഓളം വരുന്ന ഇളവുകൾ വരുന്നുണ്ട്. 80 ചതുരശ്ര മീറ്റർ വരെയുള്ള കെട്ടിടങ്ങളെ നേരത്തെ തന്നെ പെർമിറ്റ് ഫീസിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. 81 മുതൽ 300 സ്ക്വയർ മീറ്റർ വരെ വിസ്തീർണമുള്ള വീടുകൾക്ക് ചുരുങ്ങിയത് 50% പെർമിറ്റ് ഫീസ് കുറയും. 81 സ്ക്വയർ മീറ്റർ മുതൽ 300 സ്ക്വയർ മീറ്റർ വരെ. ഇതിൻ്റെ വിശദമായിട്ടുള്ള കണക്ക് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. 81 സ്ക്വയർ മീറ്റർ മുതൽ 300 സ്ക്വയർ മീറ്റർ വരെ വിസ്തീർണമുള്ള വീടുകൾക്ക് ചുരുങ്ങിയത് 50% വരെ പെർമിറ്റ് ഫീ കുറയും. അതെ, 50% എന്ന് നിങ്ങൾ അതിൽ ഒരു വാക്കിൽ പിടിച്ചിട്ട് ദുർവ്യാഖ്യാനിക്കാൻ ശ്രമിക്കേണ്ട. 50% കുറയും. കോർപ്പറേഷനിൽ 81 മുതൽ 180 ചതുരശ്ര മീറ്റർ വരെ വിസ്തീർണമുള്ള വീടുകളുടെ പെർമിറ്റ് ഫീസ് ഏതാണ്ട് 60%-ഓളം കുറയുന്നുണ്ട്. കാരണം അവിടെയാണ് ഗണ്യമായ വർധനവ് വന്നത്. കോർപ്പറേഷനിൽ വർധനവിന്റെ തോത് കുറച്ച് ഉയർന്നതായിരുന്നു. അതെ, 81 മുതൽ 150 വരെ. ഏറ്റവും താഴത്തെ സ്ലാബ്, ഏറ്റവും താഴത്തെ 80 വരെയുള്ളതാണ്. അതിനും രണ്ടാമത്തെ സ്ലാബിൽ ഗ്രാമപഞ്ചായത്തുകളിൽ 81 മുതൽ 150 സ്ക്വയർ മീറ്റർ വരെയുള്ള വീടുകളുടെ പെർമിറ്റ് ഫീസ് 50 രൂപയായിട്ടാണ് സ്ക്വയർ മീറ്ററിന് വർദ്ധിപ്പിച്ചത്. അത് 25 രൂപയായി കുറയും. 50%-ന്റെ കുറവ്. മുനിസിപ്പാലിറ്റികളിൽ ഈ കാറ്റഗറി 81, 150 70 വർദ്ധിപ്പിച്ചത്. അത് 35 കുറയും. കോർപ്പറേഷനിൽ 100 വർദ്ധിപ്പിച്ചത്. അത് 40 രൂപയായിട്ട് കുറയും. ഈ 81 മുതൽ 150 വരെയുള്ള കാറ്റഗറി. 151 മുതൽ 300 സ്ക്വയർ മീറ്റർ വരെ പഞ്ചായത്തുകളിൽ 150 കുറയും. മുനിസിപ്പാലിറ്റികളിൽ 120 60 കുറയും. കോർപ്പറേഷനിൽ 150 70 കുറയും. 300 സ്ക്വയർ മീറ്ററിന് മുകളിൽ വീടുകളുടെ നിരക്ക് പഞ്ചായത്തിൽ 150 നിന്ന് 100 കുറയും. മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലും 200 നിന്ന് 150 അതായത് 300 സ്ക്വയർ മീറ്ററിന് മുകളിലുള്ളവരുടെ കുറയുന്ന നിരക്ക് 33%. 300 സ്ക്വയർ മീറ്ററിന് മുകളിൽ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 3200 സ്ക്വയർ ഫീറ്റ് വരും. അതിന് മുകളിലുള്ളവർക്ക് കുറയുന്നത് 33%, 1/3 കുറയും. മറ്റുള്ളവർക്ക്, അതിൽ താഴെയുള്ളവർക്ക് പകുതി കുറയും. ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. 81 മുതൽ 300 വരെയുള്ളത് നിലവിലുള്ള നിരക്കിന്റെ പകുതി കുറയും. വർദ്ധിപ്പിച്ച നിരക്കിന്റെ പകുതി ആയിട്ടത് കുറയ്ക്കും. 300-ന് മുകളിലുള്ളത് 1/3 നിരക്ക് കുറയും. ഇതേപോലെ വ്യവസായ വാണിജ്യ കെട്ടിടങ്ങളുടെ നിരക്കിലും കുറവുണ്ട്. ഓരോ സ്ലാബിലും അതിലും കുറവ് വരുന്നുണ്ട്. അതോടൊപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഒടുക്കേണ്ട 1 വർഷത്തെ വസ്തുനികുതി സാമ്പത്തിക വർഷത്തിന്റെ ആദ്യം, അതായത് ഏപ്രിൽ 30-നകം, ആദ്യത്തെ മാസം ഏപ്രിൽ 30-നകം ഒടുക്കുകയാണെങ്കിൽ 5% ഇളവും അവർക്ക് അനുവദിക്കാൻ സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട്. വസ്തുനികുതി സാമ്പത്തിക വർഷത്തിലെ ആദ്യത്തെ മാസം തന്നെ അടയ്ക്കുന്നവർക്ക് 5%-ന്റെ ഇളവും നൽകാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇതാണ് നികുതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത്. പെർമിറ്റ് ഫീ വർദ്ധിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, അതോടൊപ്പം വളരെ വിപ്ലവകരമായൊരു പരിഷ്കാരം സർക്കാർ നടപ്പാക്കിയിരുന്നു. നഗരങ്ങളിൽ 300 ചതുരശ്ര മീറ്റർ വരെയുള്ള ലോ റിസ്ക് കെട്ടിടങ്ങൾക്ക് സെൽഫ് സർട്ടിഫിക്കേഷന്റെ അടിസ്ഥാനത്തിൽ തത്സമയം തന്നെ പെർമിറ്റ് അനുവദിക്കാൻ കഴിഞ്ഞ ഏപ്രിൽ 1 മുതൽ സംവിധാനമൊരുക്കി. അതായത്
നേരത്തെ ഉള്ളതുപോലെ അപേക്ഷിക്കുന്നു, പിന്നെ പരിശോധന നടത്തുന്നു, ഓവർസിയറുടെ പരിശോധന, എയുടെ പരിശോധന, മാസങ്ങൾ എടുക്കുന്നു എന്ന സ്ഥിതിവിശേഷം ഇല്ലാതായി. 300 സ്ക്വയർ മീറ്റർ വരെയാണെങ്കിൽ സ്വയം സാക്ഷ്യപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തത്സമയം പെർമിറ്റ് കൊടുക്കുന്ന വിപ്ലവകരമായിട്ടുള്ള പരിഷ്കാരം. പലപ്പോഴും ഈ പെർമിറ്റിലെ നടപടിക്രമങ്ങൾ, ഫിസിക്കൽ വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ അഴിമതിക്കിടയാക്കുന്നു എന്നുള്ള വലിയ ആക്ഷേപം വന്നിരുന്നു. അഴിമതി പൂർണ്ണമായിട്ടും തടയാൻ സഹായിക്കുന്ന നിലയിലാണ് സ്വയം സാക്ഷ്യപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ പെർമിറ്റ് കൊടുക്കാൻ സർക്കാർ സൗകര്യമൊരുക്കിയത്. കെ-സ്മാർട്ട് ജനുവരി 1 മുതൽ നടപ്പാക്കി. ജനുവരി 1 മുതൽ നടപ്പാക്കിയ കെ-സ്മാർട്ടിലൂടെ 6 മാസം കൊണ്ട് 8807 പെർമിറ്റുകളാണ് നഗരങ്ങളിൽ കൊടുത്തത്. മിനിറ്റുകൾക്കകമാണ് ഈ പെർമിറ്റ് കൊടുത്തത്. അപേക്ഷിച്ചാൽ മിനിറ്റുകൾക്കകം പെർമിറ്റ് കിട്ടിയതാണ് ഞാൻ പറഞ്ഞത്. 8807 പെർമിറ്റുകളാണ് കൊടുത്തത്.